ഇന്ന് എം സ്വരാജിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് ചില മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ ചില പ്രമുഖരായിട്ടുള്ള ആളുകളുമൊക്കെ വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. അത് എനിക്ക് ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. പറയാൻ ആളുകൾ മടിക്കുന്ന കാര്യങ്ങളാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു വെക്കട്ടെ. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. മന്ത്ലി 179 രൂപയാണ്. അങ്ങനെ മെമ്പർഷിപ്പ് എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പ്രയോജനങ്ങളൊന്നുമില്ല. ഏതെങ്കിലും വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ മെമ്പർഷിപ്പ് എടുക്കാം. 179 രൂപയാണ് ഒരു മാസത്തേക്ക്. ലെവൽ 2 ആണെങ്കിൽ 359 രൂപയാണ്. ലെവൽ 3 ആണെങ്കിൽ 700 രൂപയിൽ കൂടുതലാണ്. നിങ്ങളത് നോക്കിയിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ മാത്രം അത്തരത്തിലുള്ള മെമ്പർഷിപ്പുകൾ എടുത്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മതി. ഇനി അതല്ല, ഒരൊറ്റ തവണത്തേക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ള, സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ താഴെ നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ അക്കൗണ്ട് നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സത്യങ്ങൾ പറയുന്ന, വളരെ കൃത്യമായി കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന ഒരു ചാനൽ ഇവിടെ ഉണ്ടാകണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഞാനങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ആർക്കും നിർബന്ധമൊന്നുമില്ല. ഇനി അത് ചെയ്യാത്ത ആളുകളും തന്നെ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോകൾ കണ്ടുകൊണ്ട് താഴെ കമൻറ്റുകൾ ഇട്ടുകൊണ്ട് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് എന്നുള്ളത് പറഞ്ഞു വെക്കട്ടെ. ഇനി അടുത്തൊരു കാര്യം, നമുക്ക് ആദ്യം എം സ്വരാജിൻ്റെ ഈ LDFൻ്റെ വലിയ പരാജയത്തിന് ശേഷം എം സ്വരാജിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാം. ഈ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറഞ്ഞേക്കുന്ന കാര്യം തന്നെ ഏതാണ്ട് ഇദ്ദേഹവുമായിട്ട് ഇൻ്റർവ്യൂ നടത്തിയിട്ട് നികേഷ് കുമാർ 20 മിനിറ്റുള്ള ഒരു വീഡിയോ കൂടി പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാണ്: അനർഹമായ ഒരു പരാജയം എന്നുള്ളതാണ്. അതാണ് എല്ലാവരും തന്നെ ആദ്യമേ തന്നെ വിമർശിക്കുന്നത്. അനർഹമായ ഒരു പരാജയം എന്നാണ്. പരാജയം അനർഹമാണ് എന്ന് തന്നെയല്ലേ പറയേണ്ടി വരുള്ളൂ. അല്ലാതെ അർഹമായ പരാജയമാണ് ഞങ്ങൾക്ക് കിട്ടിയത്, ഞങ്ങളത് അർഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെന്താ അർത്ഥമുള്ളത്? അത് അനർഹമായ പരാജയമാണെങ്കിൽ അത് അനർഹമായിട്ടുള്ള പരാജയമാണ് എന്ന് തന്നെ എം സ്വരാജ് പറയണം. അതിന് ഞാൻ ഫുൾ സപ്പോർട്ടാണ്. കാരണം അതിൽ പറഞ്ഞിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടി വലിയ വിവാദമായിട്ടുണ്ട്. ഞാനത് വായിക്കാം. കാരണം കുറച്ച് ചെറിയൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. കനത്ത പരാജയമാണ് LDFന് ഉണ്ടായിരിക്കുന്നത്. UDFന് മികച്ച വിജയവും നേടാൻ LDF പരാജയപ്പെടാൻ പാടില്ലായിരുന്നു. തീർച്ചയായിട്ടും ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നുള്ള നിലക്ക് അദ്ദേഹം പറയേണ്ട വാചകമാണ്. LDF ഭരണത്തിൽ സമഗ്രമായ മുന്നേറ്റമാണ് നാടിനുണ്ടായത്. എതിരാളികൾ പോലും ഇക്കാര്യം സമ്മതിക്കും. എന്നിട്ടും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇത് അനർഹമായ പരാജയമല്ലാതെ മറ്റൊന്നുമല്ല. ഇത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് മിക്ക മാധ്യമ പ്രവർത്തകരും ഇതിനെ അവതരിപ്പിക്കുന്നത്. എന്തൊരു അഹങ്കാരമാണ് ഇപ്പോഴും, അതായത് എം സ്വരാജിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ ഇതിനെ പറയുന്നത്. ഇത്തരത്തിലുള്ള വിദണ്ഡമായിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രചരണങ്ങളെ അത് ആർക്കെതിരെ നടത്തിയാലും അതിനെ നമ്മൾ പ്രതിരോധിക്കുകയും ശക്തമായി എതിർക്കുകയും വേണം എന്നുള്ളതാണ് എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. ആരും ആയിക്കോട്ടെ, X ആയിക്കോട്ടെ, Y ആയിക്കോട്ടെ, യഥാർത്ഥത്തിൽ അവരെല്ലാം തന്നെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിലൂടെ നമ്മളെ പറ്റിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളോ കേരളത്തിൻ്റെ ഭാവിയോ തെരഞ്ഞെടുപ്പിലെ പരിഗണനാ വിഷയമായി വോട്ടർമാർ കണക്കാക്കിയില്ല എന്നാണ് തോന്നുന്നത്. അതായത് വോട്ടർമാർ അങ്ങനെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഭാവിയോ കേരളത്തിൻ്റെ ഭാവിയോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ജനത്തിനെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളൊന്നും തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കിയില്ല. യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്തൊക്കെയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ അജണ്ടകൾ എന്നുള്ളത്. CPM BJP ഡീൽ എന്നുള്ളതായിരുന്നു അജണ്ട. എന്ന് പറഞ്ഞാൽ ആ ഡീൽ എന്ന് പറയുന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് ഒരു മുസ്ലിം ന്യൂനപക്ഷ കൺസോളിഡേഷന് വേണ്ടി ശ്രമിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ എടുക്കുന്നുണ്ട്. അതിലെവിടെയാണ് CPMന് പിഴവ് പറ്റിയെന്നുള്ള. അപ്പോൾ അത് എടുക്കുന്നത്. ഇനി അതുകൂടാതെ ഇതൊന്നും ബാധിക്കാത്ത ആളുകളെ സംബന്ധിച്ചോളം 2 തവണ ഇവർ ഭരിച്ചല്ലോ, ഇനി ഒരു തവണ അവർ ഭരിക്കട്ടെ എന്ന തികച്ചും ഉദാസീനവും അരാഷ്ട്രീയവുമായിട്ടുള്ള ചിന്ത വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. അങ്ങനെ അരാഷ്ട്രീയമായ ചിന്ത സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് തുറന്ന് പറയുക തന്നെ വേണം എന്നാണ് എനിക്ക് എം സ്വരാജിനോട് പറയാനുള്ളത്. ഈ ധൈര്യം കളഞ്ഞു പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 10 കൊല്ലം മുമ്പുള്ള കേരളം പലരും മറന്നുപോയിട്ടുണ്ടാവും. എന്നാൽ ഇടതുപക്ഷവും തിരുത്തണമെന്ന് ജനം ആഗ്രഹിക്കുന്നുണ്ടാവണം. ഇടതുപക്ഷത്തിൻ്റെ ചെറിയ കുറവുകൾ പോലും പൊറുക്കാവുന്നതല്ല എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. യാതൊരു ദുരഭിമാനവുമില്ലാതെ തിരുത്തേണ്ടതെല്ലാം തിരുത്താൻ ഇടതുപക്ഷം തയ്യാറാവും. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇങ്ങനെ അനർഹമായ പരാജയം പലപ്പോഴും ഇടതുപക്ഷം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കനത്ത പരാജയങ്ങളുടെ ഇരുട്ടിൽ നിന്നും മഹാവിജയത്തിൻ്റെ സൂര്യോദയങ്ങളിലേക്ക് പഴന്നുയർന്നിട്ടുമുണ്ട്. തുടർന്നും നാടിനും ജനങ്ങൾക്കുമായി ഉറച്ചു നിൽക്കും, പോരാടും. തോൽവിയിൽ നിന്നും ഊർജ്ജം സ്വീകരിക്കും. 1000 ശരികൾക്കിടയിൽ അരത്തെറ്റെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആർജവത്തോടെ തിരുത്തും. ക്രിയാത്മക പ്രതിപക്ഷമായി ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കും. തിരികെ എത്തും കൊടുങ്കാറ്റ് പോലെ തീർച്ച. ഇത് തീർച്ചയായിട്ടും കൃത്യമായി ആളുകളെ സ്വന്തം ഈ പറയുന്ന പോലെ കൂടെ നിന്ന് പ്രവർത്തിച്ച പ്രവർത്തകരെ ഉത്തേജിപ്പിക്കാൻ എം സ്വരാജ് എഴുതേണ്ട ഒരു വാചകങ്ങളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ ഒരു വാചകം ആളുകളെല്ലാവരും തന്നെ പൊള്ളിച്ചത്, അത് തികച്ചും ഉദാസീനവും അരാഷ്ട്രീയവുമായിട്ടുള്ള ചിന്ത വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാവാം എന്നുള്ളതാണ്.
ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഇങ്ങനെയൊക്കെ സത്യം പറയുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. സാധാരണ നമ്മളെ തന്നെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കള്ളം, നമ്മൾ വളരെ പ്രബുദ്ധരാണ്, വളരെ മിടുക്കന്മാരാണ്, നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് ഓരോ പ്രവൃത്തിയും ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളതാണ്. അങ്ങനെയല്ല എന്നുള്ളതാണ് വാസ്തവം. അത് കേരളത്തിൽ മലയാളികൾ മാത്രമല്ല, ഡൊണാൾഡ് ട്രംപിനെ വിജയിപ്പിച്ച ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ ഈ പറഞ്ഞ പോലെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണെന്ന് വിചാരിക്കുന്ന അമേരിക്കയിലെ ആളുകൾ പോലും വംശീയമായിട്ടുള്ള വർണ്ണപരമായിട്ടുള്ള വിഭജനങ്ങൾക്ക് വിധേയരായി പോകുന്നു എന്നുള്ളതും, അവരുടെ ജീവിതത്തെക്കുറിച്ച് വലിയ തോതിൽ കാര്യങ്ങളൊക്കെ ചിന്തിക്കാതെ വളരെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലേക്ക് അവരുടെ ചിന്തകളൊക്കെ ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ടിക്ടോക്കിലൂടെയും അതുപോലെ സോഷ്യൽ മീഡിയകളിലൂടെയും ഇത്തരത്തിലുള്ള ഇലക്ഷനുകളെ സ്വാധീനിക്കുന്ന ഒരു കാര്യം വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന എല്ലാം ശരിയാണ്, നല്ലതാണെന്നാണ് പറയുന്നതെങ്കിൽ എം സ്വരാജ് വന്നിട്ട് പറയുമോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ള നരേന്ദ്രമോദിയും BJP ഭരണകൂടവും നല്ലതാണ് എന്നുള്ളത് കോൺഗ്രസ്സുകാർ പറയുമോ? അപ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾക്ക് തെറ്റുകൾ പറ്റാറുണ്ട് എന്നുള്ളത് ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നതിന് എന്താണ് കുഴപ്പം? കൂടാതെ ഈ തവണ നടന്നിട്ടുള്ള കേരള തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ടകൾ എന്തൊക്കെയായിരുന്നു? നേരത്തെ പറഞ്ഞ പോലെ BJP CPM ഡീൽ, അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് CPM SDPI ഡീൽ, അത് കൂടാതെ നിങ്ങൾ അറിയേണ്ടത് മുഖ്യമന്ത്രി പറയുന്ന കടക്കുപുറത്ത്, എന്നാണ് അദ്ദേഹം കടക്കുപുറത്ത് എന്ന് പറഞ്ഞത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കൂടാതെ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറയുന്ന ഒരു പരസ്യവാചകം അദ്ദേഹം തന്നെ കോയിൻ ചെയ്ത് അദ്ദേഹം തന്നെ സ്വന്തം ധിക്കാരം വെളിവാക്കാൻ വേണ്ടി കാണിച്ചതാണ് എന്ന് പറയുന്ന ഒരു പ്രചരണം. കൂടാതെ നിങ്ങൾ അറിയേണ്ടത് നിരവധി ആളുകൾ ഇതുപോലെ ഇരുന്നുള്ള വിവരക്കേടുകൾ പറയുന്നു എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രസംഗത്തിനിടക്ക് തടസ്സപ്പെടുത്തി പോകുന്ന ഒരാളോട് വളരെ കൃത്യമായി സ്പോണ്ടേനിയസായി പച്ചയായ ഒരു മനുഷ്യൻ എന്നുള്ളതൊക്കെ അദ്ദേഹം പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നേരെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന വീട്ടിൽ പോയി ചോദിക്കുമെന്ന് പറയുന്നു, ഉടനെ തന്നെ അതൊരു വലിയ വിഷയമാക്കുന്നു. യഥാർത്ഥത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഗവൺമെൻറ്റിനെ നമ്മൾ വിലയിരുത്തേണ്ടത് ഇത്തരത്തിൽ മുഖ്യമന്ത്രി വന്ന് പറയുന്ന കടക്കുപുറത്ത് കൊണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലെ പ്രത്യേകത കൊണ്ടോ, അദ്ദേഹം പച്ചയായി പ്രതികരിക്കുന്ന ഒരു മനുഷ്യരായതുകൊണ്ടോ, അതോ അദ്ദേഹം അഭിനയിക്കുന്ന മനുഷ്യരായി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം ഇഷ്ടപ്പെടുമോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ നാട്ടിൽ ഇപ്പോൾ ഒരു കുഴപ്പം കൂടിയുണ്ട്. ഇത്തരത്തിൽ അഭിനയിക്കുന്ന ആളുകളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ജിജി മാരിയോ എന്ന് പറയുന്ന ഒരാളെയൊക്കെ നിങ്ങൾക്കറിയാം. ഇവർ രണ്ടുപേരും പറയുന്ന വാചകങ്ങളൊക്കെ കേട്ട് ഉൾപ്പുളകം കൊണ്ട കേരളീയരാണ് നമ്മൾ എന്നുള്ളത് മറന്നുപോകരുത്. പ്രബുദ്ധരായിട്ടുള്ള കേരളീയർ എന്ന് പറഞ്ഞാൽ അവർ വന്നിട്ട് പറയുന്നത്, നിങ്ങളുടെ ഭർത്താവിനെ എപ്പോഴെങ്കിലും കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈ ടോണിലല്ല കേട്ടോ, ആ ടോണിൽ ചോദിക്കാൻ എനിക്കറിയില്ല. കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആളുകളൊക്കെ തന്നെ ഇരുന്ന് കൈയടിക്കുകയും ചെയ്യുമ്പോൾ ശരിയാണല്ലോ, കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ, മുത്തം കൊടുക്കാറുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് കേട്ട് ഉൾപ്പുളകം കൊണ്ടിട്ടുള്ള ആളുകൾ ഇവരുടെയൊക്കെ ജീവിതം എത്ര സുന്ദരമാണെന്നൊക്കെയാണ് വിചാരിച്ചത്. ഏറ്റവും ഒടുവിൽ ജിജി വന്ന് ഇൻ്റർവ്യൂ എടുക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവരുടെ പോലെ ജീവിതം തന്നെ വലിയ ദുസ്സഹമായിരുന്നു എന്ന് പറയണം. അവരുടെ ക്ലാസ്സുകൾ കേൾക്കാൻ മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്ത് യാത്ര ചെയ്ത ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കേരളത്തിലുള്ള ആളുകൾ ഇരുന്നിരുന്നു എന്ന് ആലോചിക്കണം. ഏറ്റവും ഒടുവിൽ അവർ ഈ പറയുന്ന ഫോൺ എടുത്ത് തലക്കെട്ടടിച്ച് ജിജോയുടെ, അതായത് ഭർത്താവിൻ്റെ തലക്കെട്ടടിച്ചെന്ന് പറഞ്ഞ് ഭർത്താവ് കൊണ്ട് പരാതി കൊടുത്താണ് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അവരാണ് പറയുന്നത് നിങ്ങൾ ഭർത്താവിനെ എല്ലാ ദിവസവും കെട്ടിപ്പിടിക്കാറുണ്ടോ, മുത്തം കൊടുക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള കപടമായിട്ടുള്ള ആളുകളെ ജനങ്ങൾ ഏതാണ്ട് ഹൃദയത്തിലേറ്റുകയും നെഞ്ചേറ്റുകയൊക്കെ ചെയ്യാണ്. ഇതൊന്നും ഇന്നലെ തുടങ്ങിയതല്ല. TP ബാലഗോപാലിൻ്റെ മേൽ മോഹൻലാൽ അഭിനയിക്കുമ്പോഴും, ആര്യനിൽ അദ്ദേഹം യാത്ര പോയിട്ട് പണക്കാരനായിട്ട് തിരിച്ചു വരുന്നു എന്നുള്ളപ്പോഴും, ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന പോലെ പുലികളിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം പുലിയെ പിടിക്കുമെന്ന് വിചാരിക്കുമ്പോഴും, യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ അദ്ദേഹം എല്ലാ അനീതികൾക്കെതിരെ പോരാടുമെന്നൊക്കെ വിചാരിക്കുന്നതൊക്കെ നമ്മുടെ അബദ്ധങ്ങളാണ്. സ്ക്രീനിൽ കാണുന്നത് റിയൽ അല്ല എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ പല ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കളും, ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, അവരൊക്കെ റീൽസ് ഇട്ടുകൊണ്ട് മാത്രം നേതാവായ ആളുകളാണ്. പക്ഷെ പിണറായി വിജയൻ അങ്ങനെയല്ല. കഠിനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് വന്ന ഒരാളാണ്. ആ മുന്നോട്ട് വന്ന ഒരാൾ പച്ചയായി ചില കാര്യങ്ങളോട് രൂക്ഷമായി അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടാവും. ആ പ്രതികരണത്തിൽ തന്നെ നിങ്ങൾ വളച്ചൊടിച്ച് തെറ്റായ കാര്യങ്ങൾ തിരികുന്നുണ്ട്. അതിലൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു അതൊരു രാഷ്ട്രീയ ചെറ്റത്തരമാണ് സുധാകരൻ കാണിച്ചതെന്ന് പറയുമ്പോൾ, ആ രാഷ്ട്രീയ എന്നുള്ളതൊക്കെ എടുത്തു മാറ്റി ചെറ്റത്തരത്തിൻ്റെ തരവും എടുത്തു മാറ്റി പകരം സുധാകരൻ ചെറ്റ എന്ന് പറഞ്ഞ് മനോരമയൊക്കെ എന്ത് ചെയ്യാണ്, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ സഖാക്കളുടെ പോലും ഉള്ളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാൻ കഴിഞ്ഞ നിരവധി വർഷങ്ങൾ കൊണ്ട് അറിയാതെയും ഇവിടുത്തെ പ്രോ സംഘപരിവാർ വീഡിയോകൾക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനും കൂടാതെ നിങ്ങൾ അറിയേണ്ട, ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഞാൻ ഇത്തരം പറഞ്ഞു. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് എം സ്വരാജ് എന്ന് പറയുന്നത് ശബരിമലക്കെതിരെ എന്തോ പ്രസംഗം നടത്തിയത്. നിങ്ങൾ ആരെങ്കിലും കേട്ടു നോക്കിയിട്ടുണ്ടോ ആ പ്രസംഗം എന്താണെന്ന്?
ശബരിമലക്കെതിരെ പ്രസംഗം നടത്തിയെന്ന് പറഞ്ഞ് നിലമ്പൂരിൽ അദ്ദേഹത്തിനെതിരെ ഹിന്ദു വോട്ടുകളുടെ ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യും, ഹിന്ദു സംഘാവ് എന്ന് വിളിക്കുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം സംഖ്യയാണെന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി സംഘപരിവാറിനെ എതിർക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ സംഘാവ് എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹം ഹമാസിനെ പിന്തുണക്കാമെന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തെയാണ് എന്ന് വിളിക്കുന്നത്, സംഘാവ് എന്ന് വിളിക്കുന്നത്. അതേസമയം BJP-ക്കാർ എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തെ ഒരു പ്രോ മുസ്ലിം ആളാക്കി കൂടി അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഓരോരോ CPM-ൽ നിന്ന് ഉയർന്നു വരുന്ന വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള അവരുടെയൊക്കെ ചാനലുകളുടെയും അവരുടെ വാദങ്ങളെയും ഒക്കെ പൊളിക്കാൻ മിടുക്കുള്ള ആളുകളെയൊക്കെ തന്നെ ഇത്തരത്തിൽ ചാപ്പ കുത്തുന്നൊരു പണിയാണിത്. ഈ പണി ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. മിടുക്കനാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന മറ്റേ VS അച്യുതാനന്ദൻ ഇദ്ദേഹം നടത്തിയെന്ന് പറയപ്പെടുന്ന പ്രസംഗം ഞാനടക്കം പറഞ്ഞിട്ടുണ്ട് വിമർശനം. പക്ഷേ അറിയില്ല നമുക്ക് യഥാർത്ഥത്തിൽ നടത്തിയിട്ടുണ്ടോ എന്ന്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളടക്കം ഈ പറയുന്ന കാര്യങ്ങൾ വരെ ഒരു ചാപ്പ കുത്തിക്കൊണ്ട് മിടുക്കരായിട്ടുള്ള ആരെങ്കിലും ഉയർന്നു വരുന്നുവെങ്കിൽ അവൻ ആദ്യമേ തന്നെ ഒരു ചാപ്പ കുത്തി മാറ്റി നിർത്താനുള്ള പരിശ്രമം നടക്കുന്നു. ആ പരിശ്രമം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലും നടന്നിരുന്നു എന്ന് അറിയണം നിങ്ങൾ. നിങ്ങളെപ്പോലെയുള്ള കേൾക്കുന്ന സത്യസന്ധരായിട്ടുള്ള ആളുകൾ, അത് സ്വരാജ് ആയിക്കോട്ടെ, അത് നാളെ ഷാഫി പറമ്പിലായിക്കോട്ടെ, അത് നാളെ PC വിഷ്ണുനാഥ് ആയിക്കോട്ടെ, ഒരാൾക്കുമെതിരെ നമ്മളെ മണ്ടന്മാരാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണം നടത്താൻ അനുവദിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പോലും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ആളുകൾ വാർത്തയായി കൊടുക്കുന്നത് ഇതിൻ്റെ പൊടിപ്പും തൊങ്ങലും വെച്ച വാർത്തയാണ്. എന്ന് പറഞ്ഞാൽ എത്രയോ വലിയ അഹങ്കാരം ഏതാണ്ട് ഈ പറയുന്ന സ്വരാജ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു അവരുടെ പ്രവൃത്തികളിൽ ഭരണപരമായ അല്ലെങ്കിൽ അഴിമതിയോ അല്ലെങ്കിൽ ഭരണപരമായ മറ്റു വീഴ്ചകളോ അവരുടെ ഗവേണൻസിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ചൂണ്ടിക്കാണിക്കാതില്ലാതാകുമ്പോൾ വളരെ ഫ്ലിംസിയായ, വളരെ ട്രിവിയലായ, നിസ്സാരമായിട്ടുള്ള അവരുടെ സ്വഭാവ സവിശേഷതകൾ എടുത്തു വെച്ചുകൊണ്ട് മറ്റുള്ള ആളുകളുടെ ഇടയിൽ വെറുപ്പ് കലർത്താനുള്ള ഒരു പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന മനഃപൂർവമായ പ്രചരണങ്ങൾക്ക് നിങ്ങളടക്കം അറിയാതെ ചെവികൾ കൊടുത്തു പോകുന്നു എന്നുള്ളതാണ്. നമ്മളുടെ തലച്ചോറിനെ പോലും അത് ബാധിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ വഴങ്ങിക്കൊടുക്കരുത്. സ്വരാജ് പറഞ്ഞിട്ടിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ എനിക്ക് ഒരു മടിയുമില്ല പറയാൻ. സ്വരാജ് പറഞ്ഞത് പലരും പറയാൻ മടിക്കുന്നൊരു സത്യമാണ്. പലപ്പോഴും കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെവിടെയും ജനാധിപത്യത്തിൽ വോട്ടിംഗ് നടക്കുന്നത് വളരെ കാര്യകാരണസഹിതം കൃത്യമായി പഠിച്ചുകൊണ്ടല്ല, പലപ്പോഴും പല വികാരങ്ങളുടെയും പുറത്താണെന്ന് മറന്നു പോകരുത്. ചാരക്കേസ് ഉണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞു പോകരുത്. ആ ചാരക്കേസ് ഉണ്ടാക്കിയതിനെക്കുറിച്ച് അത് പ്രസിദ്ധീകരിച്ച പത്രവും അതിനെക്കുറിച്ച് കഥകളും സീരീസും ഈ പറയുന്ന പോലെ ബാറ്റൺ ബോസിൻ്റെ ത്രില്ലർ കഥകളും ഒക്കെ എഴുതിയ ഒരു പത്രവും ഇന്ന് വരെ മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പോകരുത്. അവരുടെ ഒരു സർക്കുലേഷൻ കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പോകരുത്. പക്ഷേ കരുണാകരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് മാത്രം എന്ത് ചെയ്തു, അയാളുടെ ജീവിതം നഷ്ടപ്പെട്ടു, അയാളുടെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു, പിന്നീട് ഒരിക്കലും തിരിച്ച് വരാൻ കഴിയാത്ത വിധം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആ കള്ളം ചവച്ചവർ ആരായിരുന്നു എന്നുള്ളത് അതേ പാർട്ടിക്കകത്ത് നിന്നുള്ളവരായിരുന്നു എന്നറിയണം. അതിന് കേരളത്തിലെ ഈ പറയുന്ന സുപ്രഭാതമായിട്ടുള്ള ഒരു പത്രം കൂട്ടുനിന്നു എന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. യഥാർത്ഥത്തിൽ അദ്ദേഹത്തോട് ചെയ്തത് എത്ര വലിയ അനീതിയായിരുന്നു എന്നറിയണം. പക്ഷെ അതിൻ്റെ പേരിൽ ആ പത്രം ഒരിക്കൽ പോലും ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്ന് കൂടി നിങ്ങൾ അറിയണം. അത്തരത്തിലുള്ള കള്ളങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ നമ്മളെ മണ്ടന്മാരാക്കിക്കൊണ്ട് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇനിയെങ്കിലും മനസ്സിലാക്കണം. രണ്ട് പേരുകൾ ഞാൻ ഇവിടെ പറഞ്ഞു. ഒന്ന് കരുണാകരൻ്റെതാണെങ്കിൽ രണ്ടാമത്തേത് സ്വരാജിൻ്റെതാണെന്ന് കൂടി മറന്നു പോകരുത്.